പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധത്തിനിടെ എം മുകേഷ് MLA കൊച്ചിയിലെത്തി. അഭിഭാഷകൻ ജിയോ പോളുമായി ഫോണിൽ സംസാരിച്ചു. വൈകിട്ട് ഇരുവരും കൂടിക്കാഴ്ച നടത്തും. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, എപ്പോഴാണ് മുകേഷ് എത്തിയത്? എന്തൊക്കെ കാര്യങ്ങൾ അഭിഭാഷകനെ ധരിപ്പിച്ചതായാണ് അറിയാൻ കഴിയുന്നത്? വേണു, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മുകേഷും അഭിഭാഷകരും തമ്മിൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അല്പസമയം മുമ്പ് അഭിഭാഷകനെ വിളിച്ചപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടിക്കാഴ്ച ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. അതിനനുസരിച്ച് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നു. അതീവ രഹസ്യ കേന്ദ്രത്തിലാണ് കൂടിക്കാഴ്ച. ഒരു തരത്തിലും എവിടെയാണ് എന്ന് വെളിപ്പെടുത്താൻ ഇരുവരും തയ്യാറായിട്ടില്ല. മുകേഷ് രാവിലെ കൊച്ചിയിലേക്ക് എത്തിയതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളുടെ ഉൾപ്പെടെ കണ്ണുവെട്ടിച്ച് എങ്ങോട്ടോ പറഞ്ഞു. വൈകിട്ടോടുകൂടി അദ്ദേഹം അല്പസമയം മുമ്പ് വക്കീലിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരു 15 മിനിറ്റത്തെ കൂടിക്കാഴ്ച ആയിരിക്കും ഉണ്ടാകുക എന്ന നേരത്തെ തന്നെ വക്കീൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അത് എവിടെ വെച്ചാണ് എന്ന് പറയാൻ തയ്യാറായില്ല. തന്റെ ക്ലയന്റ് അതീവ പ്രൈവസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് പറയാത്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ ബ്ലാക്ക് മെയിലിംഗിന്റെ രേഖയായിരിക്കാം ഒരുപക്ഷെ കൈമാറുക എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മുകേഷ് ഇതുവരെ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസോ അല്ലെങ്കിൽ ഒന്നും അയച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ജാമ്യം മുകേഷിന് നോട്ട് അറസ്റ്റ് 3-ാം തീയതി വരെ നൽകിയിട്ടുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തര സ്വഭാവമുള്ള ഈ കൂടിക്കാഴ്ച. ഇന്ന് ഈ അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടി മാത്രമാണ് മുകേഷ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തിയത്. അതിനുശേഷം തിരികെ തിരുവനന്തപുരത്തേക്ക് പോകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ കൂടിക്കാഴ്ച ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വേണു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അഭിഭാഷകനുമായി മുകേഷ് കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു.